ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരു മരം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് 7 വർഷമായി. ഇതിന്റെ സൈസ് നിങ്ങൾ നോക്ക്, ഫോറിൻ ഉരുപ്പ് കേട്ടോ. ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുള്ള ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മരങ്ങളും. ഡെലിവറിയുടെ കാര്യം കൂടി അതൊന്ന് പറഞ്ഞു തരണല്ലോ. ഡെലിവറി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി. നമസ്കാരം. ഇന്ന് F0 ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് വായാട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. PMJ വുഡ് ഇൻഡസ്ട്രീസിലാണുള്ളത്. ഈ വുഡ് ഇൻഡസ്ട്രീസിലേക്ക് നിങ്ങൾ എന്തിനു കൂട്ടിക്കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് മരങ്ങളിൽ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഇന്ത്യൻ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ മരങ്ങളും കിട്ടുന്ന ഒരു വുഡ് ഇൻഡസ്ട്രിയാണ് PMJ വുഡ് ഇൻഡസ്ട്രീസ്. ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. PMJയുടെ വിശേഷങ്ങൾ നമ്മളിവിടെ തുടങ്ങുകയാണ് കേട്ടോ. PMJയിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മരം എന്ന് പറയുന്നത് ഞാൻ ഇൻട്രോ പറഞ്ഞ ആ മരത്തിൽ തന്നെ തുടങ്ങാം. അത് അത്രയും പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇൻട്രോ ചെയ്തത്. പടോക്ക് എന്ന ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. റയർ പീസാണ് കേട്ടോ. ഈ ഒരു മരം നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ ഈ പുറം കാണുന്ന ആ ഒരു കളർ തന്നെയായിരിക്കും. അതായത് ഒരു ചുവന്ന ഒരു റെഡിഷ് കളറാണ് ഈ ഒരു മരം ഈർന്നു കഴിഞ്ഞാൽ വരുന്നത്. ഇത് നമുക്കിപ്പം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ഇത് വലിയ ഒരു സൈസിൽ, ഇത് മാത്രമല്ല വേറെയും തടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സൈസ് നിങ്ങൾ നോക്കിയേ, ഇത് ഒരെണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും 2 വീടുകൾക്ക് ഉപയോഗിച്ചാലും ബാക്കിയായിരിക്കും ഈ പടോക്കിൻ്റെ ഈ ഒരു മരം എന്ന് പറയുന്നത്. മരത്തിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ നമുക്ക് സമയത്തിന് പ്രശ്നമുള്ളതുകൊണ്ട് അധികം വിശദീകരിച്ച് അതിലേക്ക് കിടക്കുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ഫോറിൻ വീട്ടിയാണ് കേട്ടോ. അതും നിങ്ങൾ ആ കാണുന്ന കളർ പോലെ തന്നെ അത് ഈർന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പർപ്പിൾ കളറായിരിക്കും, ഒരു നല്ല ഭംഗിയുള്ളൊരു കളറായിരിക്കും ഈ ഫോറിൻ വീട്ടി എന്ന് പറയുന്നത്. ഈ പറയുന്നത് തന്നെ ഈ പടോക്ക് തന്നെ നമുക്ക് വേറെ ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്കിതാ പടോക്ക് കാണാം. ഒത്തിരി തടികൾ ഇവിടെ PMJയിൽ കിടക്കുന്നുണ്ട്. ഈ പറയുന്നതും ഈ കളറൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചാണ്. ഇതൊക്കെ പടോക്കിൽ വരുന്ന മരങ്ങൾ തന്നെയാണ്. മർബ ഫോറിൻ വേങ്ങ എന്ന് പറയും. ഈ ഫോറിൻ വേങ്ങ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ആവശ്യത്തിന് എല്ലാ കാര്യവും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടി പോലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. PMJയിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെയ്ത ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കോളൂ. നമ്മൾ സാധാരണ നല്ല രീതിയിൽ ഫ്ലോറിങ് ചെയ്ത് നല്ല ഭംഗിയാണ് ഇതിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ കരിംവീട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ കരിംവീട്ടിയാണ് ഈ കിടക്കുന്നത് കേട്ടോ, നമ്മുടെ നാടൻ വീട്ടി. ഇത് നിങ്ങൾ ഇതിൻ്റെ സൈസ് നോക്കിയേ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിച്ചാലുണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരാളുടെ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു നമ്മളിങ്ങനെ വലിച്ച് ഈർന്നെടുത്തു കഴിഞ്ഞാൽ ഒരു ഡോറിൻ്റെ ഫുൾ പലക ആ ഒറ്റ സൈസ് മതി. അത്രയും സൈസ് ഉണ്ട് ഈ വീട്ടിക്ക്. ഇങ്ങനെ ഇവിടെ കിടക്കുന്ന എല്ലാം കേട്ടോ, ഒത്തിരി എല്ലാ മരങ്ങളും ഈ പറയുന്നത് പോലെ വലിയ സൈസുള്ള മരങ്ങളുണ്ട്. അതല്ല നിങ്ങൾക്ക് ചെറിയ സൈസുള്ളത് വേണോ, അതും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാം. ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് റൂളാണ്. ഈ കാണുന്നതും നല്ല സൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഓരോന്നിൻ്റെയും സൈസ് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ആ സൈസ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പച്ച അടിച്ചു വെച്ച ഗ്രീൻ അടിച്ചു വെച്ച ഒക്കെ നമുക്ക് വരുന്നത് ഫോറസ്റ്റ് ഇരുളാണ്. അതിൻ്റെ തൊട്ടപ്പുറം വരുന്ന ചടച്ചിലാണ് കേട്ടോ. ഈ ചടച്ചിൽ നമ്മൾ ഈ സ്റ്റെയർ കേസിന് വേണ്ടി ഉപയോഗിക്കാനും അതേപോലെ നമ്മൾ ഫർണിച്ചർ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരമാണ് ഈ പറയുന്ന ചടച്ചിലെന്ന് പറയുന്നത്. ഇതിന് തൊട്ടിപ്പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കണ്ട് നിങ്ങൾ ഇവിടെ നിരത്തിയിട്ടത്, ഇത് ഞാൻ പ്രത്യേകം നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ തേക്ക് മരം എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു പേടി എന്ന് പറയുന്നത്, നമ്മൾ അളന്ന് എടുത്തതിന് ശേഷം നമ്മളത് ഈരാൻ പോകുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഉടവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആകെ നമ്മൾ കുടുങ്ങിപ്പോകും അല്ലേ. ഇവിടെ നമുക്ക് അതിൻ്റെ ടെൻഷനൊന്നും ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ അളന്നെടുത്തതിന് ശേഷം അതിന് ഈരുന്ന സമയത്ത് എന്തെങ്കിലും ഉടവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അടുത്ത മരം നമുക്ക് എടുക്കാം. അതിൻ്റെ അളവിൻ്റെ പൈസ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതുമാത്രമല്ല, കേരളത്തിൽ നമുക്ക് നല്ല സെലക്ഷനും കൂടിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു PMJ എന്ന് പറയുന്ന ഈ വുഡ് ഇൻഡസ്ട്രീസ്. തേക്ക് കണ്ടു ഇവിടെ, ഈ ഒരു മരം തന്നെ 100 കുബി വരും കേട്ടോ. ഒറ്റ മരത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഒറ്റ മരം എടുത്തു കഴിഞ്ഞാൽ 100 കുബിയോളം ഉണ്ടാവും ഈ ഒരു തേക്ക് എന്ന് പറയുന്നത്. അത്രയും സൈസ് വരുന്നത്. ഇത് 3 എണ്ണം കിടക്കുന്നുണ്ട് ഇവിടെ, ഇങ്ങനെ അടുപ്പിച്ച് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, തേക്ക് വേറെ അപ്പുറത്തെ സൈഡിലൊക്കെ തേക്ക് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കാത്തത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് രാവിലെ 8 മണി മുതൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 8 മണി മുതൽ പാർട്ടി എത്ര സമയം ഇവിടെ ഉണ്ടോ അത്രയും സമയം നിങ്ങൾക്ക് ഇവിടുത്തെ സർവീസ് PMJയുടെ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നാടൻ മരങ്ങളുണ്ട്. ഇവിടെയും കിടക്കുന്ന ഇതൊക്കെ തേക്കുകൾ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഓൾറെഡി തേക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വരുന്നത് നമ്മൾ കുന്നിയാണ് കേട്ടോ.
ഇതും നമുക്ക് നമ്മുടെ ജനൽ ചട്ടങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ ഫർണിച്ചർ, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ കിടക്കുന്ന കുന്നി വരുന്നത്. ഇവിടെ കുറച്ചുകൂടി അതേപോലെ തന്നെ നമ്മുടെ നാടൻ മരങ്ങളിൽ ഇത്തിരി റയറായിട്ടുള്ളൊരു പീസാണ് ഈ കിടക്കുന്നത് കറവേങ്ങ എന്ന് പറയുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ നമ്മൾ ലാവിഷായിട്ട് കിടക്കുന്നുണ്ട് കറവേങ്ങ. ഇതും കുറച്ച് റയറാണ്, നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരമാണ് ഈ പറയുന്ന കറവേങ്ങ എന്ന് പറയുന്നത്. നമ്മൾ കട്ടിലായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, എന്തിനും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മളെ ഈ അമ്പലങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾ മച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന ഉരുപ്പ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകമായിട്ട് ആളുകൾ ചോദിച്ചു വരുന്ന ഒരു മരമാണ് ഈ നാടൻ പാലുരുപ്പ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് കുന്നിയാണ് കേട്ടോ. കുന്നിയും കുഴപ്പമില്ലാത്ത സൈസോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ തൊട്ടിപ്പുറം കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ കുറേ തേക്കുകളാണ് നിരത്തി വെച്ചിട്ട്. ഇതൊന്നും കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ചില ആൾക്കാർ, ചില പാർട്ടികൾ വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, പെട്ടെന്ന് ഈർന്ന് കിട്ടുമോ, അത് വേറെ ആൾക്കാരുണ്ടാകുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായി പോകില്ലേ. 2 മില്ലാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് PMJ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരേ കോമ്പൗണ്ടിൽ തന്നെ 2 മില്ല് വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഈർന്നെടുക്കാം, നമുക്ക് ഒരു ടെൻഷനും പ്രയാസങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ പേടിയൊന്നും വേണ്ട, ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മരത്തിലേക്ക് തന്നെ കിടക്കാം കേട്ടോ. ഇവിടെ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ തേക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഉരുപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു മരമുണ്ട് കേട്ടോ, അതായത് ടാറ്റാ ബൂ എന്ന് പറയും. ഇത് നന്നായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് വരുന്ന നല്ല രീതിയിൽ എൻക്വയറി ഉള്ള ഒരു മരമാണ് ഈ ടാറ്റാ ബൂ എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെ പേരല്ലേ. ഇവിടെ നമുക്ക് കുന്നിയുടെ തന്നെ വലിയ സൈസ് കുന്നി ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ഹാർട്ട്, അത് വേറെ തന്നെ ഒരു പേര്. നോക്കി നിങ്ങൾ, അതിനൊരു ഭംഗി നോക്കിയാൽ പെയിൻ്റ് അടിച്ച് വെച്ച ഭംഗിയാണ് അത്. അതേപോലെ തന്നെ ഈർന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ സൈസ് നോക്ക് നിങ്ങൾ, എന്തൊരു സൈസാണ് നോക്കിയാൽ ഈ കിടക്കുന്ന ഓരോ മരങ്ങളും അതിൻ്റെ നീളമൊക്കെ നോക്കിയാൽ ഇതൊക്കെ എത്ര കുബി ഉണ്ടാവും ശരിക്കും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് ഞാനിവിടെ പറയുന്നില്ല, കാരണം റേറ്റിൽ വ്യത്യാസങ്ങൾ വരും ചില സമയങ്ങളിൽ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നന്നായിട്ടുള്ള ആ ഒരു പ്രൈസ് കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് PMJന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വരുന്നത് ആഞ്ഞിലിയാണ്. ആഞ്ഞിലി ഇപ്പോൾ നമ്മൾ ലോഡ് ഇറക്കുന്ന ഞാൻ വരുന്ന സമയത്ത് ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിവിടെ ഫുള്ളായിട്ട് ഇറക്കി വെച്ചു. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഫോറം VT. ആ ഫോറം VTയുടെ വേറൊരു സൈസ് മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്നത് ആഞ്ഞിലിയുടെ തന്നെ കുറച്ചുകൂടി സൈസ്, വലിയ സൈസാണ് നിൽക്കുന്നത്. ഫോറം VT ഇവിടെ നിൽക്കുന്നുണ്ട്. യൂക്കാലി ഇല്ലേ, യൂക്കാലിയാണ്. യൂക്കാലിൻ്റെ മരം നോക്കിയത് നിങ്ങൾ. യൂക്കാലിക്ക് നമ്മൾ ദൂരത്തൊക്കെ പോകുന്ന സമയത്ത്, മൈസൂരൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് വലിയ രീതിയിലുള്ള യൂക്കാലിൻ്റെ മരങ്ങൾ. ഇത് വരുന്നത് WPL കേട്ടോ. ഈ WPLൻ്റെ ഈ മരവും ഞാൻ നിങ്ങൾക്ക് ഇതിന് നല്ല സൈസുള്ള ഞാൻ കാണിച്ചു തരാം. ഇത് വരുന്ന വഴിക്ക് ഞാൻ കണ്ടു, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നു മാത്രം. PMJ മരങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യാൻമറിൽ നിന്ന് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്തോനേഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. മാക്സിമം കസ്റ്റമേഴ്സിന് വില കുറച്ച് കൊടുക്കാനും പറ്റും. അതായിരിക്കാണ് ഗുണം വരുന്നത്, നമുക്ക് ഓരോ ആളുകൾക്കാണ്. നേരിട്ട് നമ്മളിവിടെ വന്നിട്ട് PMJ നമ്മൾ എടുക്കുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റിന് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് മരത്തിലേക്ക് കിടക്കാം. ഇവിടെ നിൽക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു WPL. ആ WPL ആ നീളം നിങ്ങൾ നോക്കിയേ, ഇത്രയും നീളത്തിൽ നമുക്ക് WPL എടുക്കാം. ഇത് മാത്രമല്ല ഇവിടെയും കിടക്കുന്നതും. സൈസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറയുന്നില്ല, സൈസ് നിങ്ങൾ പല മരങ്ങളുടെ സൈസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് നിൽക്കുന്നത് WPL തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ PMJയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനിൽ ഞാനിപ്പോൾ കിടക്കുന്നത്. PMJയുടെ എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരു മരം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് 7 വർഷമായി ഇത് ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നത് നിർത്തിയിട്ട്. മ്യാൻമർ, അതായത് ബർമ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് അവിടെ നിന്ന് മ്യാൻമറിൽ നിന്ന് വരുന്ന ഒരു മരമാണിത്. 7 വർഷമായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പിൻകോഡ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് തടിയായിട്ട് അതാണ് സ്റ്റോപ്പ് ചെയ്തത്. പീസ് അല്ല, പീസ് ഇപ്പം വരുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ഫുൾ തടിയായിട്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്തും നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. കാരണം എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറയുന്ന PMJയിൽ ഇത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി നല്ല കൂടുതൽ സ്റ്റോക്ക് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കാണുന്നതുമൊക്കെ ഈ പറഞ്ഞ പിൻകോഡ തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങളൊരു മരം കണ്ടത്, ഞാൻ കയറി വരുമ്പം തന്നെ ഞാൻ ചോദിച്ചു ഇത് മരം തന്നെയാണോ എന്ന് ചോദിച്ചത്. ഇത് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നാൽ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയേ, നോക്ക്, ഫോറിൻ ഉരുപ്പ് കേട്ടോ. ഞാൻ ഇത്ര നേരം പല മരങ്ങൾ ഞാൻ കാണിച്ചു തന്നു, പക്ഷെ അതിലൊക്കെ നമുക്ക് സൈസ് ചിലപ്പോൾ മനസ്സിലാക്കാം. കാരണം ഡയറക്റ്റ് ഞാൻ ക്യാമറയിൽ എടുക്കുന്നതാണല്ലോ. ഇതിപ്പോൾ വന്ന് നിന്നപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ, ഞാൻ 5.25 അടി വരുന്ന ഒരാളാണ്. ഇത് 18 അടി വണ്ണം വരുന്ന ഒരു മരമാണ് ഈ കിടക്കുന്നത്, ഈ ഫോറിൻ ഉരുപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ കിടക്കുന്ന നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു മരം. ഇത് കൂടാതെ നമുക്ക് ചെറുതും വലുതും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് വന്നെടുക്കാനും
വലിയ ലെവലിലേക്ക് വലിയ രീതിയിൽ കുറേ മരങ്ങൾ വേണ്ട ആവശ്യമുള്ളവർക്ക് എടുക്കാനുള്ള എല്ലാ മരങ്ങളും ഈ PMJയിൽ ഉണ്ട് കേട്ടോ. ടാറ്റാബൂടെ വലിയ ഒരു പീസ് ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഈ രണ്ട് പേരെയും ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇതിൻ്റെ സൈസ് പീസാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മരങ്ങൾ പീസാക്കി വെച്ചിട്ടുള്ള അതൊന്ന് സ്പീഡായിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ നീട്ടി വലിച്ച് പറയേണ്ട കാര്യങ്ങളില്ല, മരങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഒരു കളർ നോക്കിയേ. ഇതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല ഇത് കീർന്ന് കഴിഞ്ഞാൽ ചുവന്ന കളറാണ് ഉണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ ഒരു കളർ നിങ്ങൾ നോക്കിയേ. എന്തിനും നമുക്ക് വീട്ടിലെ എല്ലാ ആവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പടോക്ക് എന്ന് പറയുന്നത്. അത് തൊട്ടിപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ തേക്ക് വരുന്നുണ്ട്, സാദാ തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സൈസാക്കി വെച്ച്, അതായത് പീസാക്കി വെച്ചിട്ടുള്ള മരങ്ങളാണ് ഇവിടെ ഈ ഒരു സ്റ്റോറിൽ വരുന്നത്. ഇത് ചെറിയൊരു സ്റ്റോറല്ല, നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ടോ നിങ്ങൾ, എത്രയും കിടക്കുകയാണ് ഈ സ്റ്റോറിലുള്ള മരങ്ങൾ പീസാക്കി വെച്ചത്. ഇത് വലിയ സ്ലാബാണ് കേട്ടോ, തേക്കിൻ്റെ വലിയ സ്ലാബാണ് ഇവിടെ നിൽക്കുന്നത്, ഫോറസ്റ്റ് തേക്കിൻ്റെത്. അതേപോലെ തന്നെ തൊട്ടിപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ വേങ്ങ വരുന്നുണ്ട്. അതേപോലെ തന്നെ നാടൻ പ്ലാവ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആഞ്ഞിലി, പിങ്കോട, നമ്മൾ ഫോറിൻ ഇരുളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പ്ലാവ്, കുന്നി, വീട്ടി, അങ്ങനെ ഫോറിൻ വീട്ടി, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാം ഇങ്ങനെ ഈർന്നിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഈർന്ന് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. കൊയല, നാടൻ ഉരുപ്പ്, ഫോറിൻ വീട്ടി. ആ വീട്ടിൻ്റെ ഒക്കെ കളർ നോക്കിയാൽ ഫോറിൻ വീട്ടിൻ്റെ അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ജനൽ ഫ്രെയിമിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ ഫോറിൻ ഉരുപ്പുണ്ട് കേട്ടോ. ഇത് ഫോറിൻ ഉരുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്, ഫോറിൻ ഉരുപ്പ്. അതേപോലെ തന്നെ നീം വുഡ്, അതായത് നമ്മൾ വേപ്പിൽ ആര്യവേപ്പിൻ്റെ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആര്യവേപ്പിനെ കുറിച്ച് ഞാൻ ഇതിൽ ഇത്ര നേരം പറയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആര്യവേപ്പിനെ കുറിച്ച് പറയുകയാണ്. ആര്യവേപ്പാണ് ഈ കിടക്കുന്നത്. ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാലക്കാട് ഭാഗത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്, അവിടെ പ്രത്യേകമായിട്ട് വെക്കുന്നത് തന്നെ ആര്യവേപ്പിൻ്റെ കട്ടിലകളായിരിക്കും കേട്ടോ. അത് അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ട്. ആര്യവേപ്പിൻ്റെ കട്ടിലയായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന മരങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ആഞ്ഞിലി, കറവേങ്ങ, ഗോൾഡൻ തേക്ക്, ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുള്ള ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മരങ്ങളും, അത് നിങ്ങൾ എന്ത് മരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മരം ഈ പറഞ്ഞ PMJയുടെ കയ്യിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഡെലിവറിയുടെ കാര്യം കൂടി അതൊന്ന് പറഞ്ഞു തരണമല്ലോ. ഡെലിവറി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി സൗജന്യമായിട്ട് എത്തിച്ചേരും കേട്ടോ. ഇതിലപ്പുറം എന്താ വേണ്ടത്? വളരെ വില കുറഞ്ഞിട്ട് സാധനം PMJ വാങ്ങിക്കുകയും ചെയ്യാം, കൂടാതെ നമുക്ക് ഡെലിവറി നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനം നമുക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത്രയും കാര്യങ്ങൾ PMJയിൽ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ പുറകിൽ നിങ്ങൾ കാണുന്നത് PMJയുടെ ഓഫീസാണ് കേട്ടോ. ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം, കാരണം ഞാനിതിൽ വില പറയാൻ പറ്റിയിട്ടില്ല. കാരണം വില പറയാത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോ സമയത്തിനനുസരിച്ചിട്ട്. അതുമാത്രമല്ല സമയം ഒത്തിരി എടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഇത് പർച്ചേസോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ വിളിച്ചിട്ടുള്ള എല്ലാ സംശയവും നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.